വൈകുന്നേരം ആയപ്പോഴത്തേനും പാത്രം കൊണ്ട് എന്നാ ചെയ്യുക? ഇന്ന് നമുക്കേ തക്കാളി കിടക്കണ്ട, അത് പറിച്ചില്ലെങ്കിൽ മൊത്തം പോകും. അപ്പം അതൊന്നും നമുക്ക് പറിക്കാം. ബാ, അല്ല ഇതൊക്കെ ഉണ്ടല്ലോ, ഞാൻ പറിച്ചിട്ട് കുറേ ആയി. അപ്പോൾ ഇത് ചെയ്യാനൊക്കെ തുടങ്ങുന്നുണ്ട്. ഉണ്ടായി മൻ്റെ ഇതിൻ്റെ വെയിറ്റ് അത് താങ്ങാണ്ട് വന്നു തുടങ്ങി. കണ്ടോ, നമ്മുടെ ഇതൊക്കെ കൊല കുത്തി കിടക്കണുണ്ട്. അവിടെ ഇതൊക്കെ ചീഞ്ഞു പോകാം, എന്തോ കേടൊക്കെ വന്നു തുടങ്ങി. ഇവിടെയൊക്കെ ഉണ്ടായി വൻ്റെ. അതുകൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ ഉണ്ടല്ലോ പതിയെ മറയാൻ തുടങ്ങുക. നോക്കി ഇവിടെയൊക്കെ ഉണ്ട് കണ്ടോ. ഇനി അന്നേരം ഉണ്ടായി വൻ്റെ. ഇപ്പം നല്ല വെയിലായതുകൊണ്ട് ഇനി ഇവിടെ എന്താ ഇതൊക്കെ വലിയതാണ് കേട്ടോ. അമ്മ പറിക്കാൻ കുറേ ഉണ്ടോ? അമ്മ കുറേ, നമുക്ക് ഒത്തിരി പറിക്കണ്ട, നമ്മുടെ ആവശ്യത്തിന്. ഇതെല്ലാം ചികഞ്ഞെടുക്കണം കണ്ടോ. ഒന്ന് കേടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ധാരം വന്നേ, ഒത്തും കഴിഞ്ഞടാ. ഓ വാ, കേറി വാ. ഓ എന്നായിട്ട് അങ്ങനെയാന്നാ. അമ്മ അതെ തക്കാളിക്ക് പറിക്കുവാടാ. കൂടെ ഉണ്ടോ കൊച്ചാ? ഇത്ര ആവശ്യമുള്ളൂ. 2 കോവയ്ക്കൊക്കെ കിടക്കണേ, അങ്ങ് പറിക്കാം. ഉണ്ടോ, ഇത് നമ്മുടെ വെറൈറ്റി പയർ ഉണ്ടോ, നമ്മുടെ വയലറ്റ് പയർ. അങ്ങനെയാട്ടോ ഞാൻ പറഞ്ഞത്. നമുക്കിതുവരെ കിട്ടാത്തതായിരുന്നു. എന്നാലും അതങ്ങ് മേളിൽ കയറിയപ്പോഴത്തേക്കും മുരടിച്ച് പോകും. എന്നാലും ഉണ്ടാവുന്നുണ്ട്, കുഴപ്പമില്ല. ഇത് ഞാനതുകൊണ്ട് പറിക്കുക. കുറേ ഉണ്ടെങ്കിൽ ഇതൊന്നിങ്ങനെ തോരൻ വയ്ക്കാൻ നല്ലതാണേ, നല്ല ടേസ്റ്റാണ്. എഴുതിമുട്ടിലെ കോവയ്ക്കിടക്ക് നോക്കിയടാ. ഒയ്യോടാ, അത് പറിക്കണല്ലോ. ആ വഴുതനങ്ങ ആയില്ല, മൂക്കട്ടെ. വേണ്ട വേണ്ട, പറിക്കണ്ട കേട്ടോ, പറിക്കല്ലേ. റോസാപ്പൂവിൻ്റെ കളറ് കണ്ടോ. വെള്ള മുസാന്ത. നമുക്ക് ഇപ്പം അത്യാവശ്യത്തിന് പൂവുള്ളത് ഈ ഒരു ബോൾസ് മാത്രം കേട്ടോ. ഉണ്ടോ, നല്ല വലിയത്. ഞാൻ നട്ടതൊന്നും അല്ല, തന്നെ ഇവിടെ മുളച്ചു. ഈ ഒരു ചെടി നോക്കി, ഇത് 5-6 വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ചെടിയാട്ടോ. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പം ഇത് പൊട്ടിപ്പൊടിച്ച് കയറി പൂ ഉണ്ടായേക്കണുണ്ടോ. നമ്മുടെ ഈ ബട്ടർഫ്ലൈ ചെടിയേ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ആ മഴക്കാലത്ത് ഫുൾ പോയായിരുന്നേ. പക്ഷെ ഇപ്പം അത് പതിയെ കയറി വന്ന് തുടങ്ങി കേട്ടോ. ഇതിങ്ങനെ ചട്ടി തിങ്ങി നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്, അല്പം കരുത്താർജിച്ച് വരുന്നുണ്ട്. ഇത് നമ്മുടെ വെള്ള ചെത്തിയിലൊക്കെ അത്യാവശ്യത്തിന് മുട്ടൊക്കെ ഉണ്ടായി വൻ്റെ. എന്താ ഇതിനെ ഉണ്ടായി വൻ്റെ. വളം പോരാ, ഞാൻ വളം ഇട്ട് കൊടുത്തിട്ടെ, ചാണകവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കുറേ നാളായി. വീട്ടിൽ പോയ പിന്നെ ഒഴിക്കലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പൊന്നു എങ്ങോട്ടാടാ കയറണേ? അവിടെ ഞാനൊരു ആസ്റ്റർ കൊണ്ട് പിടിപ്പിച്ചതാണ്. ഇത് പതിയെ എനർജറ്റിക് ആയിട്ട് വന്നിട്ട്, എന്നാലും പൂവൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇതുവരെ. അമ്മ എന്നത്തിന് തളിച്ചോണ്ട് കഷ്ടപ്പെടുന്നേ? സ്പ്രേ ബ്രോട്ട് എടുത്ത് സ്പ്രേ ചെയ്താൽ മതിയായിരുന്നില്ലേ? എടാ അതുണ്ടല്ലോ, ഞാൻ ആ സ്പ്രേ ബോട്ടിൽ നമ്മുടെ പുഴുക്കളൊക്കെ പോകാൻ വേണ്ടി, ഉറുമ്പോ അങ്ങനെയുള്ള പോകാൻ വേണ്ടി ഞാനൊരു മരുന്നുണ്ടാക്കി വെച്ചേക്കും. അതുകൊണ്ട്
ഇതിനൊക്കെ ഒത്തിരി വെള്ളം വേണ്ട താനും, എന്നാലും വെള്ളം കിട്ടിയില്ലെങ്കിൽ വാടിപ്പോയാലോ. ഇതൊക്കെ നമ്മുടെ ഞാൻ ഇതിനൊക്കെ ഉണ്ടല്ലോടാ ഒത്തിരി വെള്ളം അങ്ങ് ചെന്നാൽ ഇത് ചീഞ്ഞു പോകും. അപ്പം നമ്മളങ്ങ് ശ്രദ്ധിച്ച് ഒരുവിധം മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ ഒക്കെ ഇങ്ങനെ നിൽക്കുകയും. അതുകൊണ്ട് എഡ്വിൻ ഞാൻ നനയ്ക്കാൻ ഇറങ്ങുമ്പോഴത്തേക്ക് എഡ്വിനും ഇറങ്ങും കേട്ടോ. പക്ഷേ എനിക്ക് അവനെ കൊണ്ട് നനപ്പിക്കാൻ ഇഷ്ടമല്ല. ഒത്തിരി ചെടിയില്ലേലുവേ, ഉള്ളത് കളയാണ്ടിരുന്ന ഒത്തിരി ചെടിയൊന്നുമില്ല കേട്ടോ. നല്ല ഉള്ളത് അങ്ങനെ പോകണേ എനിക്ക് ഭയങ്കര സങ്കടം. എഡ്വിൻ അത് കുത്തി ഒഴിച്ചാൽ അത് കടയോടുകൂടി പറഞ്ഞു മണക്കല്ല, അതിൽ പുഴുവൊക്കെ വരും കേട്ടോ. പരാതി. അപ്പോൾ ഒത്തിരി പതിയെ തളിച്ച് നനച്ചില്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ഇതുണ്ട് ആ രീതിയിൽ. അവൻ അങ്ങനെ നനച്ചാൽ അങ്ങനെ ആവില്ല. അവൻ ഒന്നെങ്കിൽ വെള്ളം കൂടുതൽ നനയ്ക്കും. ഈ ചെടികൾക്കൊക്കെ ഒത്തിരി വെള്ളം ആയാലുണ്ടല്ലോ ഇത് പെട്ടെന്ന് ചീഞ്ഞു പോവേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനതൊന്നും കൊടുക്കില്ല. അതുകൊണ്ട് ഞാൻ അത് വെച്ചാൽ കൂടുതൽ ഒഴിച്ചൊന്നും ഓർത്ത് കുഴപ്പമില്ല. അത് മൊസാന്തയാണ്, കുത്തി ഒഴിക്കല്ല കേട്ടോ. ഞാൻ മിണ്ടാതെ പോരുള്ളൂ. കാരണം എഡ്വിനും വരും പൊന്നൂസും ഇറങ്ങുമേ. രണ്ടുപേരും പിന്നെ രണ്ടുപേരുടെ ഇഷ്ടത്തിന് അങ്ങ് തുടങ്ങും. അതെനിക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാൻ മിണ്ടാണ്ട് ഇറങ്ങിപ്പോലെ. ഞാൻ എന്നെ ഒന്ന് കണ്ടില്ലെങ്കിൽ ഉണ്ടല്ലോ അപ്പം തപ്പൽ തുടങ്ങും. അപ്പം അവർക്ക് മനസ്സിലാവും വൈകുന്നേരം ആയാൽ. ഇപ്പം മഴയാണെങ്കിലും ഞാൻ ഇതൊക്കെ വെയിൽ കഴിയുമ്പോഴത്തേക്കും ഷെയ്ഡിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കുകയും അപ്പം അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ വാടിപ്പോവില്ലേ. അതുകൊണ്ട് പൊന്നൂന് ഇങ്ങനെ കണ്ടോ വെജിറ്റബിൾസൊക്കെ പറിച്ച് വെച്ച് കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടം. കണ്ടോ വേഗം എടുത്തിട്ടുണ്ട്.